ഇപ്പോൾ ഇന്നലെ ചോദിച്ചു കോച്ചിനോട്, ഗോൺസാലോ റാമോസിനെ ഇറക്കാൻ സമയമായില്ലേ, ക്രിസ്ത്യാനോക്ക് റെസ്റ്റ് കൊടുക്കാൻ സമയമില്ല. അപ്പം അദ്ദേഹം അതിനങ്ങ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയായി. അതായത് ഞങ്ങളാണ് ഈ പ്രാവശ്യം വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കളിക്കാരെ 3 കളികളിൽ കളിപ്പിച്ച് 21 കളിക്കാരെ കളിപ്പിച്ചു, അവരെല്ലാവരും പ്രിപ്പയർഡ് ആണ് ഈ കളിക്ക്, അതുകൊണ്ട് ആരെ വേണമെങ്കിലും ഇറക്കാനാണ് പറയുക. അതായത് ഈ മാറ്റൂല എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മാറ്റാൻ സാധ്യതയില്ലേ കോച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്ന് കരുതുന്നു അത്. പക്ഷേ പോർച്ചുഗീസ് മാധ്യമം എബോലൊക്കെ പറഞ്ഞ് ഗോൺസാലോ റാമോസ് വരും, ഗോൺസാലോ റാമോസും നമ്മുടെ ജാവോ ഫെലിക്സും കോൺസിസാവും കൂടിയായിരിക്കും മുന്നേറ്റ നിരയിൽ നിന്ന് പറയുന്നു. കോച്ച് പെഡ്രോനെറ്റയാണ് ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ കളിപ്പിച്ച ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഫെലിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഗോൺസാലോ റാമോസ് സ്ട്രൈക്കറായിട്ട്, കോൺസിസാവോ ഒരു ഭാഗത്ത് ഫെലിക്സ്. സ്റ്റാർട്ടിംഗ് ലൈനപ്പ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിലിപ്പോൾ റാമോസിന്റെ കാര്യത്തില് ഇപ്പോൾ കഴിഞ്ഞ 3 കളികളിൽ വേണ്ടത്ര പ്ലേയിങ് ടൈം കിട്ടിയിട്ടില്ല. ക്ലബിലും അങ്ങനെ വലിയ പ്ലേയിങ് ടൈം ഒന്നും കിട്ടാറില്ല. പോയി ട്രാൻസ്ഫർ വന്നു. അപ്പൊ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ലെവലാണ് ഒരു വിഷയം റാമോസ് സംബന്ധം. അത് എങ്ങനെയാണ് നമ്മൾ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, പിന്നെയും കളിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതിനെ കുറിച്ച് ചെയ്യാൻ പറ്റും. ഇത് പ്ലേയിങ് ടൈം കിട്ടാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ അത് ഹാഫ് ചാൻസുകളായിരിക്കാം, ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഫിഡൻസിൽ പിന്നെയും താഴും. അപ്പോൾ പുറന്നുള്ള മറ്റുള്ള കൂടുതലായിട്ട് വിമർശനങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് സംഭവിക്കുക. എന്തായാലും റാമോസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ചാൻസ് കൊടുക്കുന്നത് നല്ലതാണ്. ഒന്നെങ്കിൽ എന്താ പറയുക, പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതൊരു പക്ഷെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ റാമോസിനെ വെച്ചിട്ട് രീതിയിൽ പോകുന്നുണ്ടോ, ക്രിസ്ത്യാനോക്ക് പകരം റാമോസിനെ ഇറക്കിയിട്ട് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനോ അവർ സ്ട്രൈക്കർ എന്നുള്ള രീതി മാറ്റിയിട്ട്, ഇപ്പോൾ കൺവെൻഷണൽ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് ഈ ഒരു ഫോർമേഷൻ്റെ മാറ്റം വരുത്തിയിട്ട് ആ രൂപത്തിലൊക്കെ ചെയ്യാന്നുള്ളതാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂണോക്കൊക്കെ കുറച്ചുകൂടി ഒരു അവസരമൊക്കെ കൊടുത്ത്, പിന്നെ ഇദ്ദേഹത്തെ ഫോൾസ് നയനായിട്ട് നമ്മുടെ ജാവോ ഫെലിക്സിനൊക്കെ ഉപയോഗിച്ചൊക്കെ വേണമെങ്കിൽ കളിപ്പിക്കാവുന്നതാണ്. ഫോൾസ് നയൻ, അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിങ്ങിലല്ല ജാവോ ഫെലിക്സ് അധികവും അൽ നസറിൽ കളിക്കുന്ന കുറച്ചുകൂടി സെൻട്രിഷ് ആയിട്ടാണ്. ഇവിടെ പക്ഷേ കുറച്ചുകൂടി അദ്ദേഹത്തെ വിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ എന്താണ് ഇന്ന് കോച്ച് കണ്ടിട്ടുള്ളതെന്ന് കണ്ടറിയണം. എന്നാൽ പോലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയിപ്പോൾ കളിക്കുകയാണെങ്കിലും ക്രിസ്ത്യാനോ 90 മിനിറ്റിന് പകരം ഒരു 60-70 മിനിറ്റിലൊക്കെ ആളെ പിൻവലിക്കുന്ന രൂപത്തിലേക്ക് പോയാലോ? അങ്ങനെ വരാം. ഇപ്പോൾ പ്രൈം ക്രിസ്ത്യാനോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഒരു ചോദ്യമില്ല. അപ്പോൾ നമ്മൾ വേൾഡിലെ തന്നെ നമ്മൾ ഏറ്റവും റിലയബിൾ എന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സ്ട്രൈക്കറാണ്. ഏത് പൊസിഷനിലും ഇപ്പോൾ വിങ്ങർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇതാണ്, ക്രിസ്ത്യാനെ സംബന്ധിച്ചോളം വെച്ചെങ്കിൽ മൂവ്മെന്റ് വളരെ ഒന്നുകൂടി റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ആ രീതിയിൽ അത് മാത്രമല്ല നമുക്ക് ഫേസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബോളിന്മേലൊക്കെ നിയന്ത്രണം തുടക്കത്തില് ഇതേപോലെ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് ബോൾ എത്തിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറച്ച് കഴിയുന്നിടത്തോളം തോന്നുന്നു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു പോച്ചർ കുറച്ച് ടൈം എങ്ങനെ പോകുന്നിടത്തോളം സ്വാഭാവികമായിട്ട് എന്താ പറയുക ഇഫക്റ്റീവ്നെസ് ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ നിന്നുമ്പോൾ സ്വാഭാവികമായിട്ട് വെറുതെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. എപ്പോഴും എനർജി എങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നവർ, മെസ്സിയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ട് ആ ബോക്സിൽ കുറേ നിന്നു, അതേപോലെ തന്നെ അങ്ങനെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും അപ്പോൾ റോള് ഇല്ല എന്നല്ല. എന്നാൽ റോള് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിങ്ങർ റോള് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ആ ഒരു അക്യുറസി, പേസ് എന്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് അക്യുറസി ഒക്കെ താഴേക്ക് പോകും എപ്പോഴും എന്നല്ല. കാരണം കുറച്ചുകൂടി കളി പുരോഗമിക്കുമ്പോൾ ആളുടെ അക്യുറസി താഴേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ അതൊന്നും ഒരാളെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, മനുഷ്യനാണ്. അത് അത്രയും ചിന്തിച്ചാൽ മതി. സൂപ്പർമാൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മനുഷ്യൻ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ റിഫ്ലക്സും റിയാലിറ്റി മനസ്സിലാക്കുന്നുള്ളതാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഫാൻസിന് പക്ഷേ ഇതൊന്നും എത്രത്തോളം ഏതർത്ഥത്തിൽ മനസ്സിലാവും എന്ന് നമുക്കറിയില്ല. അപ്പോൾ രസകരമായൊരു സംഭവം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മോളുടെ പാരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പാരൻ്റ് എന്നോട് വന്നിട്ട് പറഞ്ഞ്, ഒരു ലേഡിയാണ്, സാറിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ കാണാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ ട്രോൾ ചെയ്തിട്ടോ വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക ചെയ്ത്. അപ്പോൾ ഞാനാലോചിച്ചു, നമ്മളിങ്ങനെ ട്രോൾ വീഡിയോസ് ഇറക്കുന്ന ആളുകളല്ല, നമ്മളിതിൽ വസ്തുതകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു ഘട്ടത്തിൽ വസ്തുതകൾ പറഞ്ഞാൽ പോലും അത് ആ അർത്ഥത്തിലല്ല എടുക്കപ്പെടുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് നമുക്ക് പറയാതെ പോകാനും പറ്റില്ല. കാരണം പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് ടീമാണ്. ശരിക്കും എല്ലാ മേഖലയിലും ആവശ്യത്തിനുള്ള ടാലൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീമാണ്.